നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സോറി നന്ദ. സോറിയോ? സാറെന്തിനാ എന്നോട് സോറി പറയുന്നത് സർ? നീ എത്ര ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തിയാ. അങ്ങനെയുള്ള നിന്നെയാ ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തേ. അതുകൊണ്ടാ സോറി പറഞ്ഞ. സർ, സാറിന്റെ കമ്പനി, സാറിന്റെ ഡിസിഷൻ. എന്തായാലും അക്കൗണ്ടന്റ് ആയ എന്നെ അനിമേറ്റർ ആയിട്ട് ഇപ്പൊ നിയമിച്ചില്ലേ, എനിക്ക് അതിൽ പറയാൻ എന്താ വേണ്ട? ഇല്ല നന്ദ, നീ ചെയ്യുന്ന കാര്യത്തിന് ഇത്രയൊന്നും കിട്ടിയാ പോരാ. നിനക്ക് ഇതിലും കൂടുതൽ എന്തൊക്കെയോ തരണമെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? ബോസ് നിന്നെ മേലേക്ക് അയക്കാൻ പോവാ. മേളില് അത് പിന്നെ നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ബോസ് നിനക്ക് പ്രൊമോഷൻ തരാൻ പോടാ. സർ, താങ്ക് യു സർ. ഞാൻ നിന്നെ സിംഗപ്പൂരിലേക്ക് അയക്കാം. 6 മാസത്തേക്ക് അവിടുത്തെ പുതിയ പ്രോജക്റ്റ് നീയാ ചെയ്യാൻ പോകുന്നത്. ഇത് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇതില് വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ട് കേട്ടോ. ബോസ് നിന്റെ ശമ്പളത്തെ 3 ഇരട്ടിയാക്കി. ഇനി മുതൽ മാസം നിനക്ക് ശമ്പളം 3 ലക്ഷം. ദാറ്റ്സ് മീൻസ് 13 lakhs. സോറി, 3 lakhs. എന്താ നന്ദ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ഈ ഓഫർ ഓക്കെ അല്ലേ? ആലോചിക്കാൻ മാത്രം ഒന്നുമില്ല നന്ദ. നിന്റെ കുടുംബത്തിലെ അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിരിക്കുക. നിന്നെ മാത്രം വിശ്വസിച്ച് അനാമിക എല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്നിരിക്കുക. അവളെ പൊന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്ക് മാത്രം. അതിന് വേണ്ടത് കൈ നിറച്ച് പണം. ആ പണത്തിന് വേണ്ടി ഈ ജോലി ഇപ്പം അത്യാവശ്യം. നന്ദ, സർ, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ, എനിക്ക് ഓക്കെയാ. ഞാൻ പൊക്കോളാം. That's the spirit. നീ ഒരു കാര്യം ചെയ്യും, അവിടേക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. അശോകിന്റെ കയ്യിൽ നിന്റെ പാസ്പോർട്ട് കൊടുക്കും. വിസ എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. സർ, പാസ്പോർട്ട് വീട്ടിൽ കാഞ്ചീപുരത്താ ഉള്ളത്. എന്റെ നന്ദ, കിട്ടിയ ചാൻസ് കളയാതെ ഒന്ന് പോവാൻ നോക്ക്. ഇന്ന് നിനക്ക് എന്തായാലും ലീവാണ് അല്ലേ ബോസ്? ഓൾ ദി ബെസ്റ്റ്. വേഗം 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 വിട്ടോട്ട്. നന്ദ, ബോസ് എന്താ നിന്നോട് പറഞ്ഞിട്ട് പോയത്? എന്താ കാര്യം? സന്തോഷമുള്ള കാര്യം തന്നെ, അതൊക്കെ പറയാം. ഞാൻ പിന്നെ പറയാം. കാര്യം എന്താ? പറഞ്ഞിട്ട് പോ. അത് ഇപ്പൊ പറയാൻ പറ്റില്ല. അതിനേക്കാളും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ഞാനത് തീർത്തിട്ട് വന്നിട്ട് പറയാം. അതൊന്നും പറ്റില്ല. കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. വേറൊന്നുമല്ല, ബോസ് എനിക്ക് പ്രൊമോഷൻ തന്നിരിക്കുക. 3 lakh സാലറി. വാവ്, നല്ല കാര്യല്ലേ അത്? അത് പറയാനാണോ ഇത്ര മടി നിനക്ക്? അത് വേറൊന്നുമല്ല, പ്രൊമോഷൻ തന്നുള്ളത് നേര് തന്നെയാ. പക്ഷെ അതിവിടെയല്ല, സിംഗപ്പൂരാണ്. 6 month പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞ്. അത് നിന്റെ അടുത്ത് എങ്ങനെ പറയാന്ന്. പക്ഷെ നിനക്ക് ഓർമ്മയുണ്ടോ, അന്ന് നിന്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞതല്ലേ ആ വീടിന്റെ രാശിയെ പറ്റി? അവരുടെ കാര്യം 10 മാസം പിരിഞ്ഞിരിക്കേണ്ടി വന്നേ. പക്ഷെ നമുക്കത്രയും പ്രശ്നമില്ല. ഒരു 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ജോലി തീർത്ത് പെട്ടെന്ന് തിരിച്ചു വരാമല്ലോ. പിന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? വേറെ ഇപ്പൊ എന്ത് ചെയ്യാൻ അനാമിക? ബോസിന്റെ ഓർഡർ അല്ലേ, പോയല്ലേ പറ്റൂ. എന്നാ ശരിയാ അനാമിക. അശോക് സാർ എന്നോട് വീട്ടിൽ പോയിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഈ വിസയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ. എന്നാ ഞാൻ പോയിട്ട് അതെടുത്തിട്ട് വരട്ടെ. ഇനി സമയമില്ല. ശരി, ഓക്കെ. ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ടേ പാസ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ. ഓക്കെ, ബൈ 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 ബൈ. നന്ദ, ഋഷി എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് നന്ദയെ സിംഗപ്പൂരിലേക്ക് അയക്കുന്നേ? എന്തോ കുഴപ്പമുള്ളതുപോലെ എന്റെ മനസ്സ് പറയുന്നു. അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമല്ല. അനാമിക, വാ മോളെ. ചേച്ചി വാ. എടത്തി, ഞാൻ പറഞ്ഞില്ലേ അനാമിക മോൾക്ക് നമ്മളെ ഒന്നും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന്. എങ്ങനെയുണ്ട് മോളെ? നിനക്ക് സുഖാണോ? വാ, വന്നിരിക്കേ. അല്ല, ഞങ്ങളില്ലാതെ ഒരു ദിവസം പോലും നിനക്ക് പിരിഞ്ഞിരിക്കാനാവില്ലെന്നാ വിചാരിച്ചേ. എന്നാ 1 മാസമായിട്ടും
ഞങ്ങളുടെ ഓർമ്മ പോലും നിനക്ക് വന്നില്ലല്ലേ? അത് പോട്ടെ എടുത്തി, നമ്മളെ പറ്റി ചിന്തിക്കുന്നോണ്ടല്ലേ ഇപ്പൊ അവള് തിരിച്ചു വന്നേ. ആന്റി, ഞാൻ അതിനൊന്നും അല്ല വന്നത്. പിന്നെ എന്തിനു വേണ്ടി വന്നേ? ഈ വീട്ടിലെ എല്ലാം തികഞ്ഞ ഒരാളുണ്ടല്ലോ, അതായത് എന്റെ അച്ഛൻ. അദ്ദേഹത്തെ കണ്ട് മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാ. ഓ, വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ നീ വന്നിരിക്കുന്നത്? ഇവള് പറയുന്ന കേട്ടിട്ട് മനസ്സിലായില്ലേ വഴക്കിടാൻ വേണ്ടിയാ വന്നേന്ന്. നിങ്ങക്ക് രണ്ടുപേർക്കൊന്നും ചുമ്മാ ഇരുന്ന എന്താ? ചേച്ചി എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ, അപ്പോഴേക്കും തുടങ്ങി രണ്ടും കൂടെ. വസന്ത്, മതി നിർത്ത്. അവര് പറഞ്ഞത് ശരിയാ, ഞാൻ വഴക്കുണ്ടാക്കാൻ തന്നെയാ വന്നിരിക്കുന്നത്. ദേ നോക്കാൻ അനാമിക, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. അപ്പൊ നിങ്ങളും അച്ഛനും കൂടെ ചെയ്തതൊക്കെ ശരിയാണോ അങ്കിളെ? എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. നിർത്താനാമികെ, അങ്ങനെ എന്ത് ദ്രോഹം നിന്റെ അച്ഛൻ ചെയ്തത്? അച്ഛനെ പറ്റി പറഞ്ഞപ്പോ തന്നെ നിനക്ക് ദേഷ്യം വരാൻ കാരണം? നീ ഇല്ലാതെ ഈ 1 മാസം കൊണ്ട് അദ്ദേഹം എത്ര വിഷമിച്ചെന്നോ? അദ്ദേഹത്തിന് എന്താ, അദ്ദേഹം നന്നായിട്ട് തന്നെ ഇരിക്കുന്നെ. അദ്ദേഹം കാരണം മറ്റുള്ളവരാ വിഷമിക്കുന്നെ. ഓഹോ, അങ്ങനെയാണോ? ചെന്ന് നോക്ക്, അദ്ദേഹത്തെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. അപ്പോഴേ അദ്ദേഹം നിന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് നിനക്കറിയാൻ കഴിയൂ. ചെല്ലടി. കണ്ടോ നീ? നിന്നെ ഓർത്ത് അദ്ദേഹം എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ആ അദ്ദേഹത്തെയാണ് നീ കുറ്റം പറയുന്നത്. അമ്മേ, ഇദ്ദേഹത്തിന്റെ മുഖംമൂടി കണ്ട് അമ്മ വേണമെങ്കിലും വിശ്വസിച്ചോ, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഇതെല്ലാം ഒരു നാടകം. അനാമികേ, ജയന്തി, നീ മിണ്ടാതിരിക്കും. മോളുടെ പ്രശ്നം എന്താന്ന് പറ. അച്ഛൻ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്? ആ പാവം നന്ദ എന്നെയും തമ്മിൽ പിരിച്ചു കഴിഞ്ഞ അച്ഛൻ എന്ത് സന്തോഷം അതിൽ നിന്ന് കിട്ടാൻ പോന്നെ? അയ്യോ, ഋഷി പുതിയ പ്രോജക്റ്റിന് വേണ്ടി നന്ദയെ ഉടൻ തന്നെ സിംഗപ്പൂരിലേക്ക് അയക്കാൻ പോവാ. ആയിക്കോട്ടെ, അതും ഞാനും തമ്മിൽ എന്താ ബന്ധം? വെറുതെ അഭിനയിക്കല്ലേ അച്ഛ. ഋഷി ആണെങ്കിൽ എപ്പോഴും അച്ഛൻ തന്നെയാണ് റോൾ മോഡൽ എന്ന് പറഞ്ഞാ നടക്കാറ്. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ടായിരിക്കില്ലേ ഋഷി ഇത് ചെയ്തത്? അനാമിക, അളിയൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? എന്തേ? നന്ദ എന്നെയും തമ്മിൽ പിരിക്കാൻ വേണ്ടി അവനെ കൊല്ലാൻ പോലും തയ്യാറായി നിന്ന ആള് ഇത് ചെയ്യില്ലെന്നുണ്ടോ? അച്ഛന്റെ വാക്ക് കേട്ട് അങ്ങളല്ലേ നന്ദയെ കൊല്ലാൻ വേണ്ടി തോക്കും കൊണ്ട് വന്നത്? ആരും ഒന്നും അറിയാത്ത പോലെ വെറുതെ അഭിനയിക്കണ്ട. അന്ന് തന്നെ എനിക്ക് എല്ലാരെയും മനസ്സിലായതാ, നന്ദ എന്നെയും പിരിക്കാൻ വേണ്ടി ഇദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചൊരു വ്യക്തി ഇത്ര ചീപ്പായ ഒരു പ്രവൃത്തി ചെയ്ത് കണ്ടപ്പോ മനസ്സ് തകർന്നു പോയി. അത്തരത്തിലുള്ള ഒരു വേദനയല്ലേ അച്ഛൻ ഈ മോൾക്ക് തന്നത്? മോളെ അനാമികെ, നീ വെറുതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ. എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാ അത് നേരിട്ട് ചെയ്യാനുള്ള ചങ്കൂറ്റ് എനിക്കുണ്ട്. അല്ലാതെ അത് വേറൊരുത്തിനെ ഏൽപ്പിച്ച് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ എന്റെ സ്റ്റാറ്റസ് വെച്ച് ഞാൻ ആ ഋഷിയോട് ഹെൽപ്പ് ചോദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് തോന്നലൊന്നുമല്ല, എനിക്ക് 100% ഉറപ്പുള്ള കാര്യം. നിങ്ങൾ തന്നെയാ ഋഷിയെ കൊണ്ട് അത് ചെയ്യിച്ചത്. അപ്പോ അങ്ങനെയാണല്ലേ? ശരി, നിക്ക്. ഹലോ അങ്കിൾ, പറഞ്ഞോളൂ. ആ ഋഷി, ഞാൻ തന്നോട് അവസാനമായിട്ട് സംസാരിച്ചതെന്നാ? മനസ്സിലായില്ല. ഞാൻ തന്നെ അവസാനമായിട്ട് ഫോൺ ചെയ്തതെന്നാണെന്നാണ് ചോദിക്കുന്നത്. എന്റെ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അന്നാ നമ്മൾ രണ്ടുപേരും അവസാനമായിട്ട് സംസാരിച്ച്. അത് നടന്നിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? ഒരു 5 weeks ആയി കാണും. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിച്ചതാ. ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ.
കേട്ടല്ലോ? ഞാൻ ഋഷിയോട് സംസാരിച്ചിട്ട് 5 ആഴ്ച കഴിഞ്ഞു. ഇപ്പൊ വിശ്വാസമായോ? ബിസിനസ് ലൈഫ് ആണെങ്കിലും ശരി, പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ശരി, ഈ ദേവരാജൻ വേറൊരുത്തിന്റെയും മുമ്പിൽ പോയി നിന്നിട്ടില്ല. വെറുതെ ആരെങ്കിലും ഒക്കെ എടുത്ത തീരുമാനത്തിന് എന്നെ ബലിയേടാക്കുന്ന എന്തിനാ? മഞ്ജരി, ഇവക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കും. അനാമികെ, ആരും ഒന്നും പറയേണ്ട കാര്യമില്ല.